ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ദുബായ് ജോസ് കയറി ക്ലിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം മലയാളികളെ കാണുമ്പോൾ മലയാളികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു, എങ്ങനെ തോന്നുന്നു? ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും എപ്പോഴും മലയാളീസിൻ്റെ സപ്പോർട്ട് എപ്പോഴും കാണും. ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ ഐ തിങ്ക് 1 ഇയർ കഴിഞ്ഞ് വരെയാണ് ട്രിവാൻഡ്രത്ത്. സോ ഹാപ്പി. ഇപ്പൊ ദുബായ് ജോസ് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ സിനിമയിൽ എന്തെങ്കിലും പുതിയൊരു ദുബായ് ജോസിന്റെ ഒരു സിനിമ വരാൻ സാധ്യതയുണ്ടോ? ഇനി ഇതൊക്കെ കണ്ടിട്ട് ഒരാളുണ്ടാകട്ടെ ദുബായ് ജോസ് എന്ന്. പക്ഷേ സോഷ്യൽ മീഡിയ കുറേ പോസ്റ്റൊക്കെ അടിച്ച് ഇറക്കിയിട്ടുണ്ട്. അമൽ നീരജ് ദുബായ് ജോസ് പാർട്ട് 2 ജലോത്സവം പറഞ്ഞു കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു സിനിമ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഈസി പോലെ വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഉണ്ടായാൽ സന്തോഷം. ഇപ്പൊ ഈ ഇപ്പോഴത്തെ ജനറേഷനാണോ ഇത് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത്? ഇത് അത്യാവശ്യം കുറേ വർഷം പഴക്കമുള്ള സിനിമയാണ്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെ ഈ ജനറേഷൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ജനറേഷൻ അടുത്ത് പറയാനൊന്നുമില്ല. ഐ തിങ്ക് എന്തോ ഒരു ഈ അടിച്ചു കയറി വാന്ന് പറഞ്ഞത് അവരുടെയിലേക്ക് എന്തോ ഒരു കണക്ടിവിറ്റി ഉണ്ട്. സോ മേ ബി ആ അടിച്ചു കയറുക ജലോത്സവത്തിൽ ഞാൻ പല ഇമോഷനിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. സങ്കടത്തിലുണ്ട്, ദേഷ്യത്തിലുണ്ട്, കോമഡിയിലുണ്ട്, അത് വെള്ളമടിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഇമോഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം കണക്ട് ചെയ്യുക. പ്ലസ് അടിച്ച് കയറി വാന്ന് ഒരു വാക്ക് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എനി ടൈം. ഏത് മൊമെൻറ്റിലും, സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ. ഐ തിങ്ക് മെയിൻലി ബിറ്റ്വീൻ ഫ്രണ്ട്സായിട്ട് പറഞ്ഞ് അത് ലോട്ട് ഓഫ് കണക്ടിവിറ്റി കാണും. സോ അതായിരിക്കും അതങ്ങോട്ട് കയറിപ്പോയത്. അല്ലല്ല, സിനിമയിലുള്ള ഡയലോഗാണ്, ഉണ്ടായിരുന്നതാണ്, റൈറ്റർ ചെയ്തതാണ്, എല്ലാം ഉണ്ടായിരുന്നു. പ്ലസ് അൾട്ടിമേറ്റ് തിങ് ഇസ് ഡയറക്ടറാണ് അത് ചെയ്യിപ്പിച്ചിട്ട് അത് വർക്ക് ഫോർ എൻ ആക്ടർ. ഒരു ഡയറക്ടർ നമുക്ക് എങ്ങനെ സ്പേസ് വരുന്നു അതനുസരിച്ചാണ് ബാക്കി. ഒരുപാട് സിനിമാ താരങ്ങൾ ഈ ഡയലോഗ് ഏറ്റെടുത്ത് ചെറിയ റീലുകളും പിന്നെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താണ് സ്നേഹം മാത്രം, എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ, സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോൾ രജനീകാന്തിൻ്റെ ഡയലോഗോ, കമൽ സാറിൻ്റെ ഡയലോഗോ, അമിതാഭ് ബച്ചൻ്റെ ഡയലോഗോ, ഷാറുഖ് ഖാൻ്റെ ഡയലോഗോ ഒക്കെ നമ്മൾ പറയും, എടുത്തു പറയും. അതേപോലെ ഇറ്റ്സ് ഹാപ്പനിങ് ടു മീ. സോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത്രയധികം ട്രോളും വീഡിയോസൊക്കെ വരുമ്പോഴേ നമുക്ക് സാധാരണഗതിയിൽ റിയാസിക്കൊക്കെ അങ്ങനെ ട്രോളോ അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല. കൂടുതലും നെഗറ്റീവ് റോൾസൊക്കെ ചെയ്ത് വില്ലത്തനം കാണിച്ച് അങ്ങ് പോകുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും യങ് ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എല്ലാം കോമഡി ഈ രീതിയിലാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷം അല്ലെങ്കിൽ എന്താണ് എല്ലാവരും തോന്നാറുള്ളത്? ഇതൊരു ചോദ്യമാണല്ലേ. ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും ഞാൻ? ചാടി കുത്തി മറയണോ? തലയും കുത്തി മറയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ചില ഫീലിങ്സ് ഓക്കെ, ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണത്. സെയിം ഫീൽ. പുതിയ സിനിമ വരാൻ പോകുന്ന ബക്രീദിന് തമിഴുണ്ട്, മലയാളമുണ്ട്. TS സുരേഷ് ബാബുടെ, AK സന്തോഷ് എഴുതിയ DNA ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭാൻ്റെ പടമുണ്ട്, സുന്ദർസിയുടെ പടമുണ്ട്, വെബ് സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലിസ്റ്റ് ഷോർട്ടാക്കി ഉണ്ട്, കുറച്ചുണ്ട്. ഈ എപ്പോഴും കുറച്ചു കാലം മുമ്പ് വരെ എപ്പോഴും മലയാള സിനിമകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആക്ടറാണ് റിയാസ് ഖാൻ. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കാണുന്നില്ല, തമിഴിൽ, തെലുങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇനി തുടർച്ചയായിട്ട് മലയാളത്തിൽ കൂടുതലായിട്ട് കാണുമോ? എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. തുടർച്ചയായിട്ട് എല്ലായിടത്തും ഉണ്ടാവട്ടെ. മലയാളത്തിലും ഉണ്ടാവട്ടെ, തമിഴിലും ഉണ്ടാവട്ടെ, തെലുങ്കിലും ഉണ്ടാവട്ടെ, എല്ലായിടത്തും ഉണ്ടാവട്ടെ. സന്തോഷമുള്ളൂ. എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്? ലവ് യു. ദുബായ് ജോസിന്റെ ഡയലോഗ് ഒന്ന്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, അങ്ങനെ മദാമ്മമാരെ സായിപ്പന്മാരെ അങ്ങനെ അടിച്ച് കയറി വരട്ടെ. ഇത് വേറെ ഡയലോഗാണ് കേട്ടോ, ആ ഡയലോഗ്. ഓക്കെ.